കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, അനേകായിരങ്ങളുടെ ആശ്വാസ കേന്ദ്രവും അഭയസ്ഥാനവും ഭാഗ്യങ്ങളുടെ കലവറയുമായ മാർ ഇവാനിയോസ് പിതാവിൻ്റെ കബറിങ്കിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടുന്ന പുണ്യദിനങ്ങളാണിപ്പോൾ. ധന്യന്മാർ ഇവാനിയോസ് പിതാവിൻ്റെ ഓർമ്മയാചരണത്തിൻ്റെ ഒരുക്കത്തിൻ്റെ ഈ അവസരത്തിൽ ഇന്ന് സവിശേഷമായും പ്രത്യേകമായും നാം ചിന്തിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മാതൃഭക്തിയെക്കുറിച്ചാണ്. മാതൃഭക്തനായ ധന്യന്മാർ ഇവാനിയോസ് പിതാവ് പൗരസ്ത്യ സുറിയാനി സഭയുടെ പാരമ്പര്യമനുസരിച്ച് ആ സഭയിൽ നിലനിന്നിരുന്ന മാതൃഭക്തിയും മാതൃദർശനവും കുഞ്ഞുനാൾ മുതൽ തന്നെ സ്വായത്തമാക്കിയിരുന്നു. പിന്നീട് തൻ്റെ സെമിനാരി കാലഘട്ടത്തിലും പൗരോഹിത്യ ജീവിതത്തിലും അദ്ദേഹം അത് പിന്തുടർന്നു. പൗരസ്ത്യ സുറിയാനി സഭയിൽ നിലനിന്നിരുന്ന മാതൃഭക്തിയും മാതൃദർശനവും നിലനിർത്തിക്കൊണ്ട് തന്നെ കത്തോലിക്ക സഭയിലേക്ക് പുനരയിക്കപ്പെട്ടപ്പോൾ കത്തോലിക്ക സഭയിൽ നിലനിന്നിരുന്ന മാതൃഭക്തി അതിനോടൊപ്പം കൂട്ടിച്ചേർക്കപ്പെട്ടു. നാം ജപമാല ചൊല്ലുമ്പോൾ ദൈവമാതാവിനെക്കുറിച്ച് ഒത്തിരിയേറെ സവിശേഷതകൾ ചൊല്ലാറുണ്ട്, പ്രത്യേകിച്ച് ലുത്തിനിയ പ്രാർത്ഥനയിൽ. എന്നാൽ ധന്യന്മാർ ഇവാനിയോസ് പിതാവ് ദൈവമാതാവിനെ വിശേഷിപ്പിച്ചിരുന്നത് തമ്പുരാനെ പെറ്റ അമ്മച്ചി എന്നാണ്. ദൈവമാതാവിനെക്കുറിച്ച് ഇത്രയേറെ സംബോധനകൾ ഉണ്ടായിരുന്നിട്ടും ഇത്രയും ഹൃദ്യമായ ഒരു സംബോധന ധന്യന്മാർ ഇവാനിയോസ് പിതാവല്ലാതെ മറ്റാരെങ്കിലും നൽകിയിട്ടുണ്ടോ എന്നറിയില്ല. ഈ സംബോധനയിൽ 3 ബന്ധങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഒന്നാമതായി, ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധം. എൻ്റെ തമ്പുരാനാണ്, എൻ്റെ കർത്താവാണ് ദൈവം. രണ്ടാമതായി, യേശുക്രിസ്തുവും മാതാവും തമ്മിലുള്ള ബന്ധം. തമ്പുരാനെ പ്രസവിച്ച അമ്മയാണവൾ. മൂന്നാമതായി, ദൈവമാതാവും ഞാനും തമ്മിലുള്ള ബന്ധം. എൻ്റെ തമ്പുരാനെ പ്രസവിച്ച് വളർത്തിയ അമ്മയാണവൾ. പരിശുദ്ധ ദൈവമാതാവിനോടുള്ള ഭക്തകൃത്യങ്ങൾ എന്തെല്ലാം ഉണ്ടായിരുന്നുവോ അതെല്ലാം അദ്ദേഹം ഉൾക്കൊള്ളുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. മരിയൻ സൈന്യം എന്നറിയപ്പെടുന്ന ലെജിയോ മരിയയെക്കുറിച്ച് കേട്ടപ്പോൾ അതിൻ്റെ ഉത്ഭവസ്ഥാനമായ അയർലൻഡിൽ പോയി അവിടെ ദൈവമാതാവിനോടുള്ള ഭക്തി എങ്ങനെ പ്രകടിപ്പിക്കുന്നുവെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അത് ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചു. അങ്ങനെ മലങ്കര കത്തോലിക്ക സഭയിൽ ആദ്യമായി ലെജിയോ മരിയ ചെങ്ങന്നൂരിൽ ആരംഭിച്ചു. അതുപോലെ തന്നെ മാർ ഇവാനിയോസ് പിതാവ് ആരംഭിച്ച സ്ഥാപനങ്ങൾക്കും സ്കൂളുകൾക്കും പ്രധാനമായും നൽകിയിരുന്നത് മാതാവിൻ്റെ നാമമായിരുന്നു. സെൻറ് മേരീസ് ദേവാലയങ്ങൾ, സെൻറ് മേരീസ് സ്കൂളുകൾ, സെൻറ് മേരീസ് സ്ഥാപനങ്ങൾ, അങ്ങനെ പരിശുദ്ധ കന്യക മറിയത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ഈ ബന്ധം അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ മാത്രമല്ല സഭാജീവിതത്തിലും വളരെ പ്രകടമായിരുന്നു. അതുകൊണ്ട് തന്നെ മാതൃവേദിയും സ്ത്രീ സമാജവും ആരംഭിക്കുകയും അവിടെ ജപമാല പ്രാർത്ഥനകൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. മാതൃഭക്തനായ ധന്യന്മാർ ഇവാനിയോസ് പിതാവ് ഈ ഭക്തിയിൽ ജീവിത അവസാനം വരെ നിലനിന്നു. ധന്യന്മാർ ഇവാനിയോസ് പിതാവിൻ്റെ മാതൃഭക്തിയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആശ്രയവും ബലവും ദൈവവും ദൈവമാതാവുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എല്ലാ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും അദ്ദേഹം മാധ്യസ്ഥത തേടിയിരുന്നത് ദൈവമാതാവിനോടായിരുന്നു. ആ വന്യപിതാവിൻ്റെ ഓർമ്മ ആചരിക്കുമ്പോൾ നമുക്ക് പരിശുദ്ധ മാതാവിനോടുള്ള അടുപ്പം വർദ്ധിപ്പിക്കുന്നതിനും പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥത തേടുന്നതിനും പ്രത്യേകമായി ശ്രദ്ധിക്കാം. വിശുദ്ധരുടെ തിരുനാളുകൾ നാം ആചരിക്കുന്നത് പ്രത്യേകമായും 2 ലക്ഷ്യങ്ങളോടുകൂടെയാണ്. ഒന്നാമതായി അവരുടെ മധ്യസ്ഥത തേടുക, രണ്ടാമതായി അവരുടെ മാതൃക അനുകരിക്കുക. ധന്യന്മാർ ഇവാനിയോസ് പിതാവിൻ്റെ തിരുനാൾ ആചരിക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥം യാചിക്കാം, അദ്ദേഹത്തിൻ്റെ മാതൃക അനുകരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പട്ടത്തൊരു കബറുണ്ടേ, പരിശുദ്ധ സ്ഥലമുണ്ടേ, പാവന പുണ്യാത്മാവായി വാഴുന്നുണ്ടേ.